മഹാഗുരു ശരണം. ഇന്ന് 2025 ഏപ്രിൽ 21 ബുധനാഴ്ച. ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. ഇപ്പോൾ വൈകിട്ട് ഉദ്ദേശം 8:15 ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെത്തി. അപ്പോൾ കുട്ടൂസിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയി അതിൻ്റെ എക്സ്പീരിയൻസ്, വളരെ ഡിവൈനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത് വീഡിയോ വരും. 1.5 മണിക്കൂറോളമുള്ള വീഡിയോ കാണും. അത് ഞാനിപ്പോൾ എൻ്റെ അനന്തരവൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അത് പീസാക്കി ഇടാം. വളരെ അധികം പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടുവിൽ നിന്ന് ലഭിച്ച സൂചനകൾ അനുസരിച്ച് കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പൊതു ആൾക്കാർ അറിയണം എന്നുള്ളത് കൊണ്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അതെന്താണ് ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടുവിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കുട്ടുവിൻ്റെ സോളിനെ കുറിച്ച് പറയുമ്പോൾ രോഹിത് സാർ എൻ്റെ അടുത്ത് പറയുമ്പോൾ അന്ന് സ്പിരിച്വൽ ഹവേഴ്സിന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാണും എന്ന് പറയുമ്പോൾ ഈ കുട്ടുവിൻ്റെ സോളിനെ കുറിച്ച് വലുതായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഈ തേങ്ങ വെച്ച് എനർജി നോക്കാറുണ്ടല്ലോ, അതൊക്കെ ആ ബാക്ക് മീഡിയയുടെ അവിടെയും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എനർജി നോക്കാം, പ്രസൻസ് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തും ഈ കുട്ടുവിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ കണ്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടുവിൻ്റെ അമ്മയുടെ കരച്ചിൽ ആ വീഡിയോ കാണുമ്പോൾ, ഇപ്പോൾ ജോർജ് മാത്യു സാറാകട്ടെ ആരുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും കുട്ടുവിൻ്റെ അമ്മയുടെ കരച്ചിൽ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അങ്ങനത്തെ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ അപ്പോൾ സുനിലേട്ടൻ തന്നെ പറഞ്ഞു, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോൾ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിരുന്നു, കുട്ടു എന്നുള്ള സോളുണ്ടെന്നും അത് സാധാരണ ഒരു സോളല്ലെന്നും അത് ഒരു യോഗി തലത്തിൽ ഒരു സ്പിരിച്വൽ ഡിവൈൻ സോളാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ അവിടെ പോയത്. കുട്ടു ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കാനല്ല ഞാൻ അവിടെ പോയത്. അതൊരു സത്യമായ കാര്യമാണ്. അപ്പം ഞാനത് സുനിലേട്ടനോട് പറഞ്ഞു. കാര്യം നമ്മൾ പരീക്ഷണത്തിനാണ് അവിടെ പോയെങ്കിൽ തട്ട് കിട്ടും എന്നുള്ളത് അറിയാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം അവിടെ പരീക്ഷിക്കാൻ ആരും പോകണ്ട. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ അവരുടെ ജീവിതമാണ് അവിടെ ബാക്കിയുള്ളവർ പോയി ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല സത്യം പറയാം. അപ്പോൾ ആ ഒരു ബോധത്തോടെ ഞാൻ ചെല്ലുകയും കുട്ടു ആ ഗേറ്റുമ്മേ തൊട്ട് ആ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ തേങ്ങയൊന്നും കൊണ്ടുപോയില്ല അവിടെ. പക്ഷെ പോകുന്ന വഴിക്ക് അവിടെ കുട്ടുവിന് വെക്കാനായിട്ട് ചില സാധനങ്ങൾ, ഫ്രൂട്ട്സും വേറെ 1-2 സാധനങ്ങളും വാങ്ങിക്കണമെന്ന് വിചാരിച്ച് അതും കൊണ്ടുപോയി. അപ്പം അത് അവരുടെ അനുവാദം വാങ്ങിച്ച് അവിടെ വെച്ചു. അപ്പോൾ അതിലെ 1-2 സാധനങ്ങൾ അത് എന്തുകൊണ്ട് അത് വാങ്ങിക്കാൻ തോന്നിയെന്ന് ഞാൻ അവിടെ ക്രോസ് ചെക്ക് ചെയ്തു. അതൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. കാര്യം എനിക്ക് കിട്ടിയ സൂചനകൾ അനുസരിച്ച് ഞാൻ സുനിലേട്ടനോട് ചോദിച്ചത് അത് കൺഫേം ചെയ്തു. സുനിലേട്ടനും കുട്ടുവിൻ്റെ അമ്മയും അത് കൺഫേം ചെയ്ത്, കൂടാണ്ട് വേറൊരു ഫാമിലി മെമ്പർ കൂടി വേറെ 1-2 ഫാമിലി മെമ്പേഴ്സ് കൂടി ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആരാണ് എന്താണെന്ന് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ വളരെയധികം സന്തോഷകരമായിട്ടാണ്. എങ്കിൽ തന്നെയും 1.5 മണിക്കൂറോളം സംസാരിച്ച് താഴെ വന്നിരുന്നു, ചായ കുടിച്ചു. അപ്പോൾ സുനിലേട്ടൻ പറഞ്ഞു, സാറ് വന്നാൽ കുട്ടു പ്രസൻസ് കാണിക്കേണ്ടതാണ്. ഇതുവരെയും പ്രസൻസ് കാണിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ താഴെ ഒരു വലിയ ഫ്രിഡ്ജുണ്ട്. ആ ഫ്രിഡ്ജിൽ വെള്ളം വീഴുന്ന ഒരു കപ്പ് കൊണ്ടേ വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴും. അത് ജോർജ് മാത്യു സാറുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ ഒരു സെൻസറുണ്ട്, ആരെങ്കിലും അവിടെ പോയി നിന്ന് ഈ വെള്ളത്തിന് വേണ്ടി അത് ചെയ്ത് ആ സെൻസർ വർക്ക് ചെയ്താലേ ആ ലൈറ്റ് കത്തുള്ളൂ. അത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ 1.5-2 മണിക്കൂറായി പോയി സംസാരിച്ച് ഈ വീഡിയോയും എല്ലാം എടുത്തു. എന്നിട്ടും ആ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ തേങ്ങ എല്ലാം, അപ്പോൾ ആ ചേച്ചി തേങ്ങ കൊണ്ടുവന്ന് അത് വെച്ചെല്ലാം പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതില്ല. അപ്പം ഞാൻ പറഞ്ഞ്, സുനിലേട്ടാ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ധാരണ ഞാൻ പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചു, സാധാരണ മരണം നടന്ന വീടുകളിൽ പോയാൽ ഞങ്ങളുടേതായ ചില ആചാരങ്ങളുണ്ട്, അത് പാലിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഇത് 1 വർഷം 1.25 വർഷമായി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആ ധാരണ വെച്ചത് തെറ്റാണ്. അത് മരണം നടന്ന വീടല്ല, അതൊരു ഡിവൈൻ സോളിൻ്റെ ഇതാണ് അവിടെ. അതുമല്ലോ ആ പൂജാമുറിയുടെ മുമ്പിലും അതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു, അവിടുത്തെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ കാറ്, ബൈക്ക്, എല്ലാ കാര്യങ്ങളും
ആ സുനിൽ വളരെ കോപ്പറേറ്റ് ചെയ്താണ് സുനിലേട്ടൻ ഇത് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ കാര്യം സുനിലേട്ടനോട് പറഞ്ഞു. സുനിലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ലൈറ്റ് കത്തി അവിടെ. ആ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ ഓപ്പൺലി, അപ്പോൾ അത് വീഡിയോ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൽ പറയുന്നത്. വീഡിയോ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു സുനിലേട്ട ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയട്ടെ, എനിക്കിങ്ങനെ ഇവിടെ വരുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില ചടങ്ങുകളുണ്ട്, അത് ചെയ്യണം എന്നുള്ള മനോഭാവത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മയും ചോദിച്ചു, സാർ ഇവിടെ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും അശുഭകരമായത് എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല, എല്ലാം ശുഭകരമായതാണ് കണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ആ ഫ്രിഡ്ജിൽ ലൈറ്റ് കത്തി. ഉടനെ എൻ്റെ കൂടെ ഉണ്ടായ അനന്തരവൻ പറഞ്ഞത് മാവോ ലൈറ്റ് കത്തുന്നതെന്ന് പറഞ്ഞു. അവരും നോക്കി, അതിൻ്റെ സൗണ്ടും വരും. അപ്പോഴാണ് കിട്ടു അവരെ സാധാരണ കാണിക്കുന്ന പ്രസൻസ് അവിടെ കാണിച്ചു. ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ ഓറയിൽ ഇത് ആ റിഫ്ലക്ഷൻ വരുന്നുണ്ട്, പ്രസൻസ് അവിടെ കാണിച്ചു. അതുകൂടാണ്ട് അതേ സമയത്ത് തന്നെ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി അപ്പം നാളെ അമ്പലത്തിൽ പത്മനാഭസ്വാമി അമ്പലത്തിൽ വൈകിട്ട് പോകാനായിട്ട് ആ ചേച്ചിയും വരാം എന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് തന്നെ ചേച്ചി ഫോൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ചേച്ചിയാണ്. ഇന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു നാളെ വൈകിട്ട് 5 മണിക്ക് നമുക്ക് ദർശനത്തിന് പോവാം, ഞാനും വരാം എന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞു. അപ്പോൾ വളരെ ശുഭകരമായിട്ട്, കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ കാര്യം അറിയാം, നാളെ വ്യാഴാഴ്ചയാണ്, ഒക്കെയാണ് തിരക്കുകളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ മെയിൻ എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രമാണ്. കുട്ടു 65 ദിവസം നിർമാല്യം തൊഴുത ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രമാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ശ്രീവരാഹൻ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇതൊന്നും ഞാൻ പോയിട്ടുള്ളതല്ല, അപ്പോൾ അവിടെയൊക്കെ പോകണമെന്നുണ്ട്. നാളെ പോയി കഴിഞ്ഞിട്ട് നാളെ ഇവർ സാധാരണ കുട്ടുവിൻ്റെ സമാധി സ്ഥലത്ത് പോകുന്ന ദിവസമാണ്. സമാധി വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, അവിടെ പോകുന്ന ദിവസമാണ്. അപ്പോൾ സുനിലേട്ടൻ ചോദിച്ച് നാളെ പോകാമെന്ന്. ഞാൻ സമയം ചോദിച്ചപ്പോൾ രാവിലെ 9 മണിക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് അപ്പോൾ നാളെ ചിലർ കാണണമെന്ന് പറഞ്ഞവരുടെ മിക്കതും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമേ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അത് ഞാനൊന്ന് അറിയിക്കുകയാണ്. നാളെ 3-4 പേര് ചോദിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമേ കാണാൻ സൗകര്യം ഉണ്ടാവുള്ളൂ. കാര്യം അവിടെ പോയിട്ട് വരണം, 2.5-3 മണിക്കൂർ ആകുമെന്ന് പറഞ്ഞു പോയി വരാനായിട്ട്. അവിടെ വെഞ്ഞാറമ്മൂടിനടുത്തുള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമാധി കൂടി നാളെ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യം കുട്ടുവിന് വേണ്ടി കരിക്ക് വാങ്ങിക്കണമെന്ന് മനസ്സിൽ കണ്ടു. പക്ഷേ ആ കരിക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് കരിക്ക് കൂടി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് ഗൗളിഗാത്രം കരിക്കാണ് വാങ്ങണമെന്ന് കണ്ടത്. അത് പറഞ്ഞ് കുട്ടുവിന് എത്രയോ ഇഷ്ടമുള്ളതായിരുന്നു ഗൗളിഗാത്രം കരിക്ക് കുട്ടുവിന് ഇഷ്ടമുള്ളതായിരുന്നു. അതുമല്ല സാറേ, അത് ഇവിടെയല്ല, അത് സമാധിയുടെ അവിടെയാണ് വിൽക്കാറെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സാറിന് ഇവിടെ ഇന്ന് കൊണ്ടുവരാൻ കിട്ടാത്തത്. അതും എനിക്കിതായി. ഏതായാലും നാളെ അവിടെ സമാധിയുടെ അവിടെയുണ്ട്, അവിടെയും പോവാം. അവിടെയും കുട്ടുവിൻ്റെ ആ ഡിവൈൻ സോള് സമ്മതിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കാം. പിന്നെ ഒന്ന് പറയാം, പലരും അതിൻ്റെ താഴെ കുട്ടുവിൻ്റെ ആത്മാവിന് ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നൊക്കെ പറയാൻ. കുട്ടുവിൻ്റെ ആത്മാവ് അതൊക്കെ കഴിഞ്ഞ് അതിലും മുകളിലേക്കുള്ള തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യശാന്തി തരാനുള്ള ഡിവൈൻ സോളാണ് കുട്ടുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്ന ആ ചൈതന്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മാവാണ് കുട്ടുവിൻ്റെ. അത് നമ്മൾ എന്ന് മനസ്സിലാക്കും, ഓരോരുത്തരുടെ അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇത് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ പറഞ്ഞ് സാറേ ഒരു കാര്യം ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കൊണ്ടുപോയി വിടണ്ട. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഊബർ ബുക്ക് ചെയ്യുക. അല്ല, ഊബർ ഇവിടെ വരാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ശരിയാണ്, അതല്പം ഉൾപ്രദേശമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഊബറുകാരൻ വരും. ആ വരുമ്പോൾ പുള്ളി ചോദിക്കും ഈ ഊബർ എന്താണ് സാധാരണ ഊബറിലെ ആൾക്കാർ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം പറയണം. കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കുട്ടു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ വന്നതാണെന്ന് പറയണം. അപ്പോൾ കുട്ടുവിനെ കുറിച്ച് ചോദിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയണമെന്ന് പറഞ്ഞു. സംഗതി എൻ്റെ അനന്തരവനാണ് ഇത് ചെയ്തത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് ഊബർ ആള് അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് അനൂപ് രാജ് എന്നാണ്. ഞാനിപ്പോൾ ഇതൊക്കെ പറയാനൊരു കാര്യം, ആ വീട്ടിലിരിക്കുമ്പോൾ ചേട്ടനോട് പറയുന്നത്, ഈ പേരൊന്നും പറഞ്ഞില്ല, അല്ലാണ്ടുള്ള ഇൻസിഡൻസ് ഞാൻ പറയുകയാണ്. ഇതുമേ കയറിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു സാറേ, എൻ്റെ ഊബറിൻ്റെ ആദ്യത്തെ ഓട്ടമാണിത്. വണ്ടി എടുത്തിട്ട് ഇന്ന് പെർമിറ്റ് കിട്ടിയതാണ്. പെർമിറ്റ് കിട്ടി പുള്ളിയുടെ പരിചയക്കാരെ ശ്രീകാര്യത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് അടിച്ചത് ഊബറിലെ ഫസ്റ്റ് ഓട്ടമാണ് സാറേ നിങ്ങളുടേത്. ഐശ്വര്യമായിട്ട് ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞ ഐശ്വര്യമാകും. അതിന് കാരണം ഇതാണ്, കുട്ടു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. അതെന്താ, കുട്ടു ആരാണ് അദ്ദേഹത്തിനൊന്നും അറിയില്ല. പിന്നെ ജോർജ് മാത്യു സാറുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ അനന്തരവനെടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു.
അപ്പോൾ പിന്നെ സുനിലേട്ടന് ഞാൻ ആ മെസ്സേജ് വായിച്ചു. സുനിലേട്ട ഇത് പറഞ്ഞ പോലെ ഒരു കാറ് വന്ന് അദ്ദേഹത്തിന് കുട്ടുവിനെ കുറിച്ച് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ ഓട്ടമാണ്, അത് ഞാൻ സ്റ്റാറ്റസിൽ വിട്ടിട്ടുണ്ട്, ഇതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് എഴുതി ചെയ്തു. അപ്പോൾ ആദ്യ ഓട്ടമായതുകൊണ്ട് നല്ലൊരു കൈനീട്ടം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം കൊണ്ടുവന്ന് വിട്ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പറയുകയാണ്. അവിടെ വെച്ച് പോലും കുട്ടു ഇൻഫർമേഷൻസ് തന്നു. അപ്പോൾ അതിനൊക്കെ എന്നെയും സെലക്ട് ചെയ്തതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്താണ് പിന്നെ വന്നിട്ട് കുട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഒരു വ്യക്തി, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തി, ഒരു ഇംഗ്ലീഷിലും അതിൻ്റെ മലയാളം വേർഷനുമായിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് സ്റ്റാറ്റസിൽ ഇടണമെന്ന് തോന്നി. കാര്യം മഹാവതാർ ബാബാജിയുടെ കണക്ഷനാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തർ വായിച്ച് നോക്കാം. ഇംഗ്ലീഷ് ഇട്ടു, ഇനി മലയാളം ഇടാം. അപ്പോൾ കുട്ടുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തി മെസ്സേജ് ഇടുന്നത്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടാണ് അവിടെ പോയത്. ഈ വ്യക്തി മെസ്സേജ് ഇടുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഇടാണ്ട് കുട്ടുവിനെക്കുറിച്ച് വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്കറിയില്ല, കുട്ടു അറിയിച്ച കാര്യമല്ല. കുട്ടുവിൻ്റെ ലൈഫിലെ പേഴ്സണലി ആയിട്ട്, തീർത്തും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഒരു ചേച്ചിയാണ് പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ഞാൻ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടു ഇത് എന്നോട് പറഞ്ഞതല്ല, കുറച്ച് പേർക്ക് വീട്ടുകാർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്, എന്നോട് പറഞ്ഞതല്ല. എന്നെ ആ ചേച്ചിയാണ് എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടതെന്ന്. അവരുടെ വീട്ടിൽ പോണ വഴിക്കായിരുന്നു കൊണ്ടുപോയി വിട്ടത്. അതും പറയുന്നു. അങ്ങനെ ഒരു വളരെ അത്ഭുതകരമായിട്ട് വളരെ സന്തോഷകരമായതായിരുന്നു. അപ്പോൾ ആ കുട്ടുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു പുണ്യം കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ പകർന്നു നൽകുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ആ കുട്ടുവിൻ്റെ ആ ശിവ ഭഗവാന്റെ ആ കൈലാസ സന്നിധിയിൽ പോലും പ്രവേശിക്കാൻ കഴിയുന്ന ആ സൂക്ഷ്മ ശരീരരൂപിയായ കുട്ടുവിൻ്റെ ആ ദിവ്യാത്മാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ അറിയുന്നവരും അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതങ്ങളിൽ, കുട്ടികൾക്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.